السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ശഅബാൻ 27. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച മാസപ്പിറവി കണ്ടാൽ നാം റമളാൻ 1 പ്രവേശിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇന്നു മുതൽ അങ്ങോട്ടുള്ള ഓരോ വീഡിയോകളും പറയുന്ന കാര്യങ്ങൾ മുഴുവനായും കേട്ടുകഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടു പോവുകയില്ല. പ്രത്യേകിച്ച് ശഅബാൻ 29 വളരെ പ്രധാനപ്പെട്ട ഒരു നിയ്യത്ത് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അഥവാ വിശുദ്ധമായ റമളാനു ഷരീഫിന്റെ നോമ്പ് രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നുപോയാൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു നിയ്യത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി കിട്ടാൻ വേണ്ടി വീഡിയോ മുഴുവനായി കാണണമെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഇദാ റഅയ്തുമുൽ ഹിലാല ഫസൂമു വഇദാ റഅയ്തുമൂഹു ഫഅഫ്തിറു ഫഇൻ ഗുമ്മ അലൈക്കും ഫസൂമു 30 യൗമാ. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചന്ദ്രനെ ദർശിച്ചാൽ നോമ്പ് നോൽക്കുകയും അതിനെ ദർശിച്ചാൽ നോമ്പ് മുറിച്ച് പെരുന്നാളാക്കുകയും നിങ്ങൾക്ക് മേഘം മൂടപ്പെടുകയാണെങ്കിൽ 30 ദിവസം നോമ്പ് നോൽക്കുകയും ചെയ്യണം എന്നതാണല്ലോ. മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസിയുടെ അകവും പുറവും സംസ്കരിക്കപ്പെടുന്ന വിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമാവുമ്പോൾ നിലാവ് കണ്ടു എന്നറിഞ്ഞ ഉടനെ തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമ റബ്ബി വറബ്ബുകല്ലാഹു ഹിലാലു റുഷ്ദിൻ വഖൈർ എന്ന് ചൊല്ലിക്കൊണ്ട് വിശുദ്ധ റമളാനിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അഥവാ അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹുവേ, സുരക്ഷിതത്വത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും വിശ്വാസത്തോടുകൂടെയും ഈ പിറ ഞങ്ങൾക്ക് നീ പ്രത്യക്ഷപ്പെടുത്തി തരണമേ. എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹുവാണ്. ഈ ചന്ദ്രക്കലയെ നന്മയുടെയും സന്മാർഗത്തിൻ്റെതുമാക്കി തരണമേ അല്ലാഹ്. ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്നും അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ എന്നുമുള്ള ദിക്ർ നമുക്ക് കഴിയുന്നത്ര വർദ്ധിപ്പിച്ച് ചൊല്ലുക. അതുപോലെ തന്നെ മുമ്പ് നാം സൂചിപ്പിച്ച റമളാനിന്റെ ആദ്യ രാത്രി പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കുന്ന സൂറത്തുൽ ഫത്ഹ് ഓതുക. അതോടൊപ്പം തന്നെ നോമ്പിന്റെ ഫർളുകളും നിയ്യത്തിന്റെ ഷർത്തുകളും നോമ്പിന്റെ സുന്നത്തുകളും എല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. ഇതൊക്കെയും റമളാനിലെ നോമ്പുകൾ ശരിയായ നിലക്ക് നിർവഹിക്കാനുള്ള ഘടകങ്ങളാണ്. നോമ്പിന്റെ ഫർളുകളിൽ ഒന്നാമത്തത് നിയ്യത്തും രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ്. നോമ്പിന്റെ നിയ്യത്ത് ശരിയാവണമെങ്കിൽ നിയ്യത്തിന്റെ ഷർത്തുകൾ കൂടെ നാം മനസ്സിലാക്കണം. നിയ്യത്ത് രാത്രിയിൽ തന്നെയാവണം എന്നതും ഫർള് നോമ്പ് എന്ന് വ്യക്തമാക്കണം എന്നതും നിയ്യത്തിന്റെ ഷർത്തുകളാണ്. അപ്പോൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് ശരിയാകുന്നത് പോലെ ഫർള് നോമ്പ് ശരിയാവുകയില്ല എന്ന് നാം മനസ്സിലാക്കി വെക്കണം. സുബഹിക്ക് മുമ്പ് തന്നെ നിയ്യത്ത് വെച്ചെങ്കിൽ മാത്രമേ നോമ്പ് ലഭിക്കുകയും ശരിയാവുകയും ഉള്ളൂ. അപ്പോൾ ഒരാൾ സുബഹിക്ക് മുമ്പ് നിയ്യത്ത് വെക്കാൻ വല്ല കാരണവശാലും മറന്നുപോയാൽ അവൻ നോമ്പുകാരനെ പോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും റമളാൻ കഴിഞ്ഞാൽ ഈ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ അങ്ങനെ ഫർള് നോമ്പിന്റെ നിയ്യത്ത് മറന്നാലും നോമ്പ് നഷ്ടപ്പെടാതെ നമുക്ക് ഫർളായിട്ട് തന്നെ ലഭിക്കാനുള്ള ഒരു നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ശഅബാൻ 29
നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ നീയത്ത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ആരും അത് നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം റമദാനിൽ പാതിരാ സമയത്തൊക്കെ എഴുന്നേറ്റ് ചിലപ്പോൾ നീയത്ത് വെക്കാൻ ചില സാഹചര്യത്തിൽ മറന്നുപോയെങ്കിൽ ഈ നീയത്ത് പരിഹരിക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നീയത്ത് ഇൻഷാ അല്ലാഹ് ശഅബാൻ 29 വീഡിയോയിൽ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കണം. അടുത്തതായി റമദാൻ 1 മുതൽ 30 വരെയുള്ള ദിനങ്ങൾ നമുക്ക് ലക്ഷപ്രഭുവാവാനുള്ള അവസരമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് റമദാനിലെ രാത്രിയിൽ നിസ്കരിക്കുന്നവന്റെ ഒരു സുജൂദിന് 1500 നന്മകളുടെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ റമദാൻ കഴിയുമ്പോഴേക്കും ലക്ഷപ്രഭുവാവാനുള്ള അവസരം നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു റമദാനിന്റെ രാത്രി യഥാർത്ഥ വിശ്വാസി ഏറ്റവും ചുരുങ്ങിയത് 72 സുജൂദ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. മഗ്രിബ്, ഇശാ എന്നീ ഫർളുകളിലെ 7 റക്അത്തിന് 14 സുജൂദുകളും അത് 2 ശേഷവും നിസ്കരിക്കുന്ന മുഅക്കദായ റവാത്തിബ് സുന്നത്ത് 4 റക്അത്തിലെ 8 സുജൂദുകളും തറാവീഹ് നിസ്കാരത്തിന്റെ 20 റക്അത്തിന്റെ 40 സുജൂദുകളും വിത്ർ നിസ്കാരത്തിലെ 3 റക്അത്തിന്റെ 6 സുജൂദുകളും തഹജ്ജുദ് നിസ്കാരത്തിന്റെ 2 റക്അത്തുകളും ഉൾപ്പെടെയാണ് ഈ പറഞ്ഞ 72 റക്അത്ത് വരുന്നത്. ഇവിടെ റവാത്തിബ് സുന്നത്തുകളും ശ്രേഷ്ഠതകളും തഹജ്ജുദ് നിസ്കാരവും സാലിഹീങ്ങളും എന്ന പേരിൽ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട്. അതുപോലെ ഒഴിവ് സമയവും ആരോഗ്യവും പാഴാക്കിയാൽ തിരിച്ചു കിട്ടില്ല എന്ന വീഡിയോയും ഉണ്ട്. ഇത് രണ്ടും കാണാത്ത മുഴുവൻ ആളുകളും അത് കാണുക. വളരെ ഉപകാരപ്രദമായ അറിവുകൾ അതിൽ നിന്ന് ലഭിക്കുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് 72 സുജൂദ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് 1,08,000 നന്മകളുടെ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ റമദാൻ 30 ദിവസം കൊണ്ട് 32,40,000 നന്മകളുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ ദിവസങ്ങളിലായി നഷ്ടപ്പെട്ടു പോകുന്ന 7 ദിവസം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള 23 ദിവസം കൊണ്ട് മാത്രം 24,84,000 നന്മകളുടെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1-ാം രാവ് തന്നെ തറാവീഹ് നിസ്കാരം നിർവഹിക്കാൻ പുരുഷന്മാരും സ്ത്രീകളും എല്ലാം തയ്യാറാവണം. ദുന്യവിയായ വല്ല ഓഫറുകളും പറയുന്നത് കേൾക്കുമ്പോഴേക്കും അത് നേടിയെടുക്കാൻ തിക്കും തിരക്കും കൂട്ടുന്ന നാം ഉഖ്റവിയായ ഈ ഓഫർ കരസ്ഥമാക്കുമെന്ന പ്രതിജ്ഞ ഇപ്പോൾ തന്നെ എടുക്കുകയും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പുരുഷന്മാർ പള്ളിയിൽ കൂട്ടം കൂട്ടമായി നിസ്കാരം നടത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സമയം പാഴാക്കാതെ ഒറ്റക്കോ ജമാഅത്തായോ നിങ്ങളും തറാവീഹ് നിസ്കാരം നിർവഹിക്കുക. ഇശാ നിസ്കാര ശേഷം സുബഹിക്ക് മുമ്പായി ഏത് സമയത്തും നിസ്കരിക്കാവുന്ന ഈ നിസ്കാരത്തിൽ തറാവീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുകയാണ് വേണ്ടത്. ഇമാമുണ്ടെങ്കിൽ ഇമാമോടുകൂടെ എന്ന് കരുതണം. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ശേഷം വജ്ജഹത്ത് ഓതണം. മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. അതും സാധാരണ നാം ഓതുന്ന വജ്ജഹത്ത് ഓതൽ തന്നെയാണ് ഉത്തമം. എങ്കിലും വജ്ജഹത്തുവിന് പകരം തറാവീഹ് നിസ്കാരം പോലോത്തതിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നോ അൽഹംദുലില്ലാഹി ഹംദൻ ത്വയ്യിബൻ മുബാറകം ഫീഹി എന്നോ ഉള്ള ദിക്റുകൾ ചൊല്ലിയാലും സുന്നത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്.
അതുപോലെ അത്തഹിയ്യാത്തിൽ സലാത്തിന് ശേഷം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ് സലാം വീട്ടാതെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് കൂടി ചൊല്ലി സുന്നത്ത് കരസ്ഥമാക്കിക്കൊണ്ട് സലാം വീട്ടാൻ നാം ഓരോരുത്തരും തയ്യാറാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അത്താഴം, വിത്ർ, സുന്നത്ത്, നോമ്പ് മുറിയുന്ന കാര്യം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.